അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുട്ടികളുടെ തിരക്കാണ് കൊല്ലം കൊട്ടാരക്കര മീൻപിടിപ്പാറയിൽ. സുരക്ഷിതമായി നീന്തൽ പഠിച്ചും ചൂടിനെ അതിജീവിച്ചുമാണ് കുട്ടികളുടെ അവധി ആഘോഷം. DTPCയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കൊല്ലം കൊട്ടാരക്കരയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ. കാട്ടരുവികളിലൂടെ പാറക്കെട്ടുകളെ തഴുകിയെത്തുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുവാനാണ് സഞ്ചാരികൾ മീൻപിടിപ്പാറയിലേക്ക് എത്തുന്നത്. കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാനായി വിദ്യാർത്ഥികൾ അധിക നേരവും വെള്ളത്തിൽ കിടക്കുന്നതും ആശ്വാസമായി മാറുന്നു. ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ഒഴിവു സമയം ചിലവിടാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മീൻപിടിപ്പാറ. ആഴം കുറവാണ്, നല്ല വെള്ളമാണ്. അരമണിക്കൂർ നല്ല സുഖമുണ്ട് കിടക്കാൻ, ചൂടല്ലേ അതുകൊണ്ട് നല്ല സുഖം ഇവിടെ കിടക്കാൻ. അടിച്ചു പൊളിച്ച് ഇവിടെ കിടക്കാം. ഇവിടെ നല്ല സുഖമൊക്കെയാ, വെള്ളത്തിലൊക്കെ കുളിക്കാനും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും നല്ല നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. ഒരുപാട് നാളായിട്ട് യൂട്യൂബിനകത്തൊക്കെ കണ്ട് വന്നയാ. ഇത്രയും രസമാവുന്നു, ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. അരികിലായി ചൂണ്ടയിൽ കൊരുത്ത വലിയ മത്സ്യത്തിന്റെ പ്രതിമ കാണാം. പുലമൺ തോടിനോട് കുറുകയായി മറുകരയിലേക്ക് ചെറിയ പാലവുമുണ്ട്. കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കും ഇരിപ്പിടങ്ങളും നടപ്പാതകളും ഒക്കെ ഉണ്ടെങ്കിലും ചൂടിനെ അതിജീവിക്കാനായി മുങ്ങിയുള്ള കുളിയാണ് സഞ്ചാരികൾക്ക് പ്രിയം. പിള്ളേർ സേഫ് ആയിട്ട് പേടിക്കണ്ട. അതുകൊണ്ട് ജസ്റ്റ് ഞാനും കൂടെ ഇറങ്ങിയതേ ഉള്ളൂ. കുഴിയൊന്നുമില്ല കേട്ടോ, വേറെ ഇവിടെ വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ധൈര്യമായിട്ട് ഇറങ്ങി വിടാം. ഇവിടെ ലാസ്റ്റ് ലോങ് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്, പോകാൻ പറ്റും. ഇവിടെയാണ് അവര് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 10 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. സെന്റ് ഗ്രിഗോറിയസ് കോളേജിന് പിന്നിലാണ് പാർക്ക്. കൊട്ടാരക്കരയിലെ ടൂറിസം മേഖലയ്ക്ക് മീൻപിടിപ്പാറ വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. സമകാലിക മലയാളം, കൊല്ലം.